പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 30 ഹല്ലേലൂയ തിങ്കളാഴ്ച നമ്മുടെ പ്രാർത്ഥനയിലെയും ഉപവാസത്തിൻ്റെയും 3-ാം നാൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അപ്പ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളോടുള്ള അപ്പയുടെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. കാലം ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാകിയാൽ സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ഒരു വർഷക്കാലം കർത്താവേ, ഈ ഡിസംബർ മാസം 30 ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളായി അങ്ങ് പരിപാലിച്ചതിന് സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം. ആയുസ്സോടെ ഞങ്ങളെ നിലനിർത്തിയതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് കൂടെ ഇരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടായിരുന്നല്ലോ, അതിന് സ്തോത്രം. ഞങ്ങളുടെ ആത്മീക ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 30 പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരം തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് കുടിപ്പാൻ ആമേൻ ആവശ്യമായ ജലം തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, പാർക്കാൻ ഞങ്ങൾക്ക് ഭവനം തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ വാഹനങ്ങളെ തന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. അങ്ങയുടെ വൻകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് അതാത് ദിവസങ്ങളിൽ ആവശ്യമായ സ്പിരിച്വൽ മന്ന തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, 139 സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു. നന്ദിയോടെ സ്തോത്രം. എൻ്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഭയങ്കരവും അതിശയവുമായി അങ്ങനെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കൈകളെ ഉയർത്തി പറ. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു. 18 വാക്യം പറയുന്നു, അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ആമേൻ. ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ കർത്താവിൻ്റെ അടുക്കലിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കർത്താവിൻ്റെ സ്തോത്രം പറയാം. തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ തന്ന എല്ലാ ഉപകാരങ്ങളെയും ഒന്നോർത്തിട്ട് ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ആമേൻ. ലോകവ്യാപകമായി വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുവാൻ തന്ന ഈ പ്രിവിലേജിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവെ ഈ മീഡിയയിലൂടെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് അപ്പയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പയാണല്ലോ കൂട്ടി വരുത്തിയത്, അതിനായിട്ട് സ്തോത്രം അപ്പ. ഹല്ലേലൂയ. എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച സ്തോത്രം. ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് അതാവേ, ഈ വർഷം തീരുമ്പോൾ അവൻ ആരംഭം മുതൽ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളുടെ മറുപടികൾ ഇന്നും നാളെയുമായി തൻ്റെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ എത്തുന്നതിനായി സ്തോത്രം. അവൻ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മുറിയുടെ വാതിക്കൽ വന്ന് അവൻ മുട്ടിയതുപോലെ ഇന്ന് പകൽക്കാലം അവൻ പ്രാർത്ഥനകളുടെ മറുപടി അവരുടെ ഭവനത്തിൻ്റെ വാതിക്കൽ, അവരുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടുന്നതിനായി സ്തോത്രം.
യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകളുടെ മറുപടികൾ ഉണ്ടാകട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ. ശാപത്തിൻ്റെ മുഖങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, അസാധാരണമായ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുന്നതിന് സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണം, ആദരിക്കണം. കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും ഒരിക്കലൂടെ നന്ദി പറയുന്നു, ഒരിക്കലൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഇന്ന് കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവ് ചെയ്യുന്ന വിടുതലുകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവ് ചെയ്യുന്ന വീര്യപ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമം ഇന്ന് മഹിമപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവനാണല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങ് ഏകനായി മഹാത്ഭുതത്തെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന എല്ലാ മഹാത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹോസ്പിറ്റൽ ബെഡുകളിൽ നിന്ന് ഇന്നവർ യേശുവിൻ നാമത്തിൽ ഡിസ്ചാർജ് ആകട്ടെ. ആമേൻ. നാളുകളായി ബെഡ് റിഡൻ ആയിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നാളുകളായി രോഗത്തിൻ്റെ നിഴലിൽ കിടക്കുന്ന ജനം, ആമേൻ, നാളുകളായി ആമേൻ രോഗി എന്ന പേരിൽ കിടക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പേര് മാറി അവർ എഴുന്നേറ്റ് വരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. നാളുകളായി കടഭാരത്തിൽ കിടക്കുന്നവർ ഈ ദിവസങ്ങളിൽ കടഭാരത്തിൽ നിന്ന് പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവ്, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഈ 2 ദിവസങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആമേൻ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം നാൾ, ലാസ്റ്റ് ഡേ ആണിന്ന്. ആമേൻ, പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു നമ്മുടെ കൈകളെ ഉയർത്തി ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി, നാളത്തെ പുതുവത്സര ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ഉപവാസത്തിൻ്റെ 3-ാം ദിവസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസം ആത്മപകർച്ച നടന്നല്ലോ. ഈ 3-ാം ദിവസം വലിയ ആത്മശക്തിയാൽ എല്ലാവരും നിറഞ്ഞ് പുതുവർഷത്തിലേക്ക് കയറാൻ തക്കവണ്ണം സഹായിക്കണം. നാളത്തെ കർത്താവെ പുതുവത്സര പ്രാർത്ഥനകളെ കർത്താവ് അനുഗ്രഹിക്കണം. ആത്മശക്തി വ്യാപരിക്കണം, വലിയ ദൈവകൃപ വ്യാപരിക്കണം. അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ. നമ്മൾ 31-ാം തീയതി നാളെ, ഇന്ന് നമുക്ക് വൈകിട്ട് സാധാരണ സമയം 7 മണിക്ക് ആരംഭിക്കും. നാളെ നമുക്ക് ആമേൻ വൈകിട്ട് 7:30 ആകുമ്പോൾ തന്നെ നാളെയും ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ രാവിലെ ഇന്ത്യൻ സമയം, ഇവിടുത്തെ സമയം 5 മണി മുതൽ, അതായത് ഇന്ത്യൻ സമയം 7:30 മുതൽ നമ്മൾ ഒരു ചെയിൻ പ്രയർ വെച്ചിട്ടുണ്ട്. നാളത്തെ രാത്രിയിലത്തെ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് എല്ലാവരും അതാത് ടൈം സ്ലോട്ടുകളിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ആമേൻ മീറ്റിങ്ങിന് വരാൻ. ആമേൻ. നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യമാണ്. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവിൽ നിറഞ്ഞവരാകുക. അപ്പം 2024 നിന്ന് 2025 ദൈവസഭ പ്രവേശിക്കുമ്പോൾ ഞാനും നിങ്ങളും കർത്താവ് നമുക്ക് കൃപ തന്ന് നമ്മൾ ആ 2025 കയറുമ്പോൾ ആത്മശക്തിയിൽ വേണം കയറാൻ. യേശു അമേൻ ആത്മാവിൻ്റെ ശക്തിയിൽ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അമേൻ, അമേൻ. അതുപോലെ നമുക്കും പുതുവർഷത്തിലേക്ക് ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവേശിക്കണം. ആത്മാവിൻ്റെ ശക്തിയിൽ പ്രവേശിക്കുമ്പോൾ ആത്മീയ ജീവിതം നയിക്കാൻ സാധിക്കും. അത് ജയകരമായ ജീവിതമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ അല്ലെങ്കിൽ പോയ വർഷങ്ങളിലെ പരാജയങ്ങളെയൊക്കെ മറന്നിട്ട് 2025 ജയത്തോടെ മുന്നേറുവാൻ എന്താണ് ആവശ്യം? ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നും നാളെയുമൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാനായിട്ട് ആഗ്രഹിക്കുക. അതിനുവേണ്ടി പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ വലിയ ഫെലോഷിപ്പ് ഇന്നും നാളെയുമായിട്ട് ശക്തമാക്കണം കേട്ടോ. അതിന് വേദോസം പറഞ്ഞിരിക്കുന്ന ഇതാണ്, ആത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അപ്പോൾ പാട്ടുപാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആമേൻ നമ്മുടെ ഹൃദയത്തിൽ സങ്കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ആത്മീക ഗീതങ്ങളാലും നമ്മളോട് തന്നെ സംസാരിച്ച് അതുപോലെ തന്നെ ആരോട് സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ദൈവം ചെയ്ത നന്മകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വേണം ഇന്ന് നാളെയും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ. ആമേൻ, ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് എപ്പോഴും പാടിക്കൊണ്ടിരിക്കണം. ആമേൻ, കീർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്യുകയും ചെയ്യുക. ഈ 2 ദിവസം പ്രത്യേകമായിട്ട് ആമേൻ ദൈവാത്മാവിനോടുള്ള ഫെലോഷിപ്പിൽ വേണം നിൽക്കാൻ. ആമേൻ. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും ഇനി ഈ ലൗകിക കാര്യങ്ങളിലേക്ക് പോകല്ലേ, ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ടുള്ള ബന്ധവുമായി നമ്മൾ ഡിസ്കഷന് പോകണ്ട. നിങ്ങൾ ഇന്നും നാളെയും കൂടുതൽ സമയം പാട്ടുപാടുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക, കർത്താവിന് സ്തോത്രം
സ്തോത്രം പാടുക. നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ അതരം തുറന്നാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്താണെങ്കിലും ദൈവം ചെയ്ത നന്മകൾക്കായിട്ട് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നമ്മളിങ്ങനെ അനുഭവിച്ച്, എളുപ്പമെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ദൈവാത്മാവേ ഇത് അങ്ങയുടെ മന്ദിരമാണ്, അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിറഞ്ഞിരിക്കുന്നതിന് സ്തോത്രം, അങ്ങയുടെ ശക്തി എന്നിൽ നിറഞ്ഞിരിക്കുന്നതിന് സ്തോത്രം എന്നിങ്ങനെ നമ്മളോട് തന്നെ പറഞ്ഞ് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കണക്ഷനിൽ ആ റിലേഷൻഷിപ്പിൽ ഇന്നും നാളെയും നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതുവർഷത്തിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ പ്രവേശിക്കാൻ കഴിയും. അവിടെ നിങ്ങൾ ജയാളികളായി മാറും. മാനുഷികമായ ശക്തിയിലല്ല ജയം നടക്കുന്നത്, ആത്മാവിൻ്റെ ശക്തിയിലാണ് ജയം നടക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൽ കുതിർന്ന്, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് പോലെ ആത്മാവിൽ നനഞ്ഞ് കുതിർന്ന് വേണം 2025 പ്രവേശിക്കുവാൻ. അതുകൊണ്ട് ഇന്നും നാളെയും സ്പെഷ്യലി നിങ്ങളെ തന്നെ ഒരുക്കുക. വേണ്ടാത്ത വാക്കുകൾ പറയാതെ, അനാവശ്യമായ തമാശകൾ പറയാതെ, പൊട്ടച്ചുല്ലുകളെ, കളിവാക്കുകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട്, അതായത് ദൈവവുമായിട്ട് മാത്രമുള്ള ബന്ധത്തിൽ കർത്താവിനോട് മാത്രം ചേർന്നിരുന്ന് പോകാൻ കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കണം, നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ വേണം 2025 കർത്താവ് അനുവദിച്ചാൽ പ്രവേശിക്കുവാൻ. അതുകൊണ്ട് എല്ലാവരും ഇന്നും നാളെയും വളരെ നിങ്ങളെ തന്നെ ക്രമീകരിച്ച് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രപ്പെടുത്തി ദൈവവുമായിട്ടുള്ള ആ ഐക്യതയിൽ മുന്നേറുക. കർത്താവ് അതിനായിട്ട് ഒരുക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും ദിവസങ്ങൾ അങ്ങയോട് ചേർന്ന് പറ്റിയിരിക്കുവാൻ, ഏകാന്തതയിൽ ഒറ്റപ്പെട്ട അപ്പയോടെ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു. അതുപോലെ നിങ്ങളോട് നന്ദി പറയുന്നു. ഇന്നും നിങ്ങൾ ഈ മോർണിംഗ് മെസ്സേജ് കേട്ടതിനും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുന്നതിനും ഉള്ള നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. തുടർന്നും പ്രാർത്ഥിക്കുക. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കായിട്ട് നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. God bless you.